ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോവാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരാഴ്ച എന്ന് പറയുന്നത് മിക്കവാറും മണി ബോക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് ഈ നോറയെ ഇപ്പോൾ ഒരു സീക്രട്ട് റൂമിലേക്ക് വിട്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയകളിലാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂകളിലും വീഡിയോകളിലും എല്ലാം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ സംശയമാണ് എന്തിന് ഈ ഒരു അവസാന ഘട്ടത്തിൽ നോറയെ സീക്രട്ട് റൂമിലേക്കാക്കി, അത് 1-2 മണിക്കൂറുകൾക്ക് വേണ്ടി സീക്രട്ട് റൂമിലേക്കാക്കി. അതായത് പ്രേക്ഷകരുടെ വോട്ടില്ലാതെ പുറത്തേക്ക് പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ. അതായത് തീർത്തും വോട്ടില്ലാതെ എന്തെങ്കിലും ഒരു പരിഗണന കൊടുക്കത്തക്ക രീതിയിലുള്ള വോട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. നിലവിൽ നോറയെക്കാളും മോശമായ കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ നിലവിൽ വോട്ടുകളിൽ നോറയ്ക്ക് തന്നെയാണ് ഏറ്റവും കുറവ്. അതുകൊണ്ട് തന്നെയാണ് നോറ പുറത്തേക്ക് പോയത്. അപ്പൊ നോറ എന്തിന് ഈ ഒരു സമയത്ത് ഒരു സീക്രട്ട് റൂം കൊടുത്ത് തിരികെ കയറ്റി എന്ന് എല്ലാ പ്രേക്ഷകർക്കും സംശയമുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട്. വേറൊന്നുമില്ല, ബിഗ് ബോസിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. നോറ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സീസൺ 6 ബിഗ് ബോസിന്റെ അജണ്ടയിൽ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ താല്പര്യാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ബോസ് സ്പോൺസർ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ എന്ന് നമുക്കൊരു എന്താ പറയുക വ്യക്തമായി തന്നെ പറയാൻ സാധിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തമായ രീതിയിൽ എല്ലാ എപ്പിസോഡുകളിലും എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും ബിഗ് ബോസ് തന്നെ പ്രൂഫ് അടക്കം അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെതായ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പം ബിഗ് ബോസിന് അവരുടെ താല്പര്യാർത്ഥത്തിലുള്ള കണ്ടസ്റ്റൻസിനെ മാക്സിമം വീക്ക് വരെയും അല്ലെന്നുണ്ടെങ്കിൽ ടോപ്പ് 5 വരെ എത്തിക്കണം. അത്രേ ഉള്ളൂ കാര്യം. അതല്ലാതെ അതിനപ്പുറത്ത് സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനു വേണ്ടിയിട്ട് ഇവർ എന്ത് നാടകം വേണമെന്നുണ്ടെങ്കിലും നടത്തും. നിലവിലിപ്പം ഈ ഒരു അവസരത്തിൽ നോറയെ ആ ഒരു സീക്രട്ട് റൂമിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് റൂമിൽ ഇരുന്ന് കഴിയുമ്പോൾ നോറയ്ക്ക് എന്തെങ്കിലും മനസ്സിലാവും. ഇനി ആ ഒരു സീക്രട്ട് റൂമിലേക്ക് ഇരുത്തുന്ന സമയങ്ങൾക്കുള്ളിൽ നോറയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാനാണോ എന്ന് പോലും അറിയത്തില്ല. ബിഗ് ബോസ് ഈ ഒരു ആഴ്ച മാക്സിമം നോറയെ എങ്ങനെയെങ്കിലും അടുത്ത ആഴ്ച കൂടെ പിടിച്ചിരുത്താൻ പ്രേക്ഷകർക്ക് ഉള്ളിലേക്ക് എത്ര പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിറയ്ക്കാമോ അത്രയും നിറയ്ക്കാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്താൻ പോകുന്നത്. അതുപോലെ നിലവിൽ കുറച്ച് കണ്ടസ്റ്റൻസിന് മാക്സിമം നെഗറ്റീവ് അടിപ്പിച്ചു കൊടുക്കാനും ബിഗ് ബോസ് ശ്രമിക്കും. അത് തന്നെയാണ് സീക്രട്ട് റൂമിൽ ഇരുന്ന് നോറയ്ക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി. പക്ഷെ നോറയെ കുറിച്ച് ആരും കുറ്റങ്ങളൊന്നും പറയുന്നില്ല. നോറയ്ക്ക് വേണ്ട ഗെയിം കാര്യങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും നോറയെ ആ സീക്രട്ട് റൂമിൽ ഇരുത്തിയ സമയത്ത് നടന്നിട്ടില്ല. അത് ബിഗ് ബോസിന് വൻ തിരിച്ചടിയായി പോയി. ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് പോയി നോറയെ മൊത്തത്തിൽ അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത രീതിയായിരുന്നു. അതേപ്പറ്റി സംസാരിച്ചിട്ടുമില്ല. പിന്നെ ആകെയുള്ളത് ആ ഒരു പണപ്പെട്ടിയുമായിട്ട് നടന്ന ഒരു വിഷയം മാത്രം. അത് മാത്രമാണ് എടുത്തിടാൻ സാധിച്ചത്. അതാണ് നമ്മുടെ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാ സമയത്തും കേൾക്കുന്നതാണ്. അത് ഓരോരുത്തരുടെ താല്പര്യം പണപ്പെട്ടി എടുക്കണോ വേണ്ടയോ എന്ന്. അത് പക്ഷേ വേറൊരു രീതിയിലേക്ക് ആക്കി പറഞ്ഞിട്ടുണ്ട്. പണപ്പെട്ടിക്ക് വേണ്ടി മാത്രമാണോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരുന്ന അവരെയൊക്കെ പുറത്താക്കേണ്ടത്? ആ ഒരു മാറ്റർ മാത്രമാണ് പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിച്ചു തരാൻ സാധിച്ചത്. അത് തന്നെ ആയിരിക്കും ബിഗ് ബോസ് ഈ ഒരാഴ്ച മെയിൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ളവരെ പ്രേക്ഷകർ വോട്ട് ചെയ്യരുത്, പ്രേക്ഷകർ വോട്ട് ചെയ്യിപ്പിക്കാതെ പുറത്താക്കണം. അപ്പം അങ്ങനെ ഒരു രീതിയിൽ വരുമ്പോൾ നോറ ഈ ഒരാഴ്ച താണ്ടി കഴിഞ്ഞാൽ നേരെ ടോപ്പ് 5ലേക്ക് എത്തി ഫിനാലെ വീക്കിലേക്ക് എത്തിക്കഴിഞ്ഞു നോറ. അത് തന്നെയാണ് ബിഗ് ബോസിന്റെ ഈ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഈ ഒരു കളി ഈ ഒരു സമയത്ത് കളിച്ചിരിക്കുന്നത്. വേറെ ഇതിനകത്ത് സീക്രട്ട് റൂം കാണിക്കുക, സീക്രട്ട് റൂം ഈ ഒരു സീസണിൽ ഉണ്ടെന്നുള്ളത് കാണിക്കുക. അത് കറക്റ്റായിട്ട് ഇത്രയും ദിവസം വെച്ചോണ്ടിരുന്ന അവസാനം അവർക്കറിയാം ഈ പറയുന്നത് പോലെ നോറ പല രീതിയിൽ രക്ഷപ്പെട്ടു വന്നതാണല്ലോ. അപ്പം ഏതെങ്കിലും ഒരു അവസരത്തിൽ നോറ ഇതിനു മുന്നേ വന്നിരുന്നെങ്കിൽ ഇതിനു മുന്നേ ഈ സീക്രട്ട് റൂം എടുത്തേനെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ വിഷയം ക്യാൻസൽ ആക്കിയേനെ. അപ്പൊ ഈ ഒരു സമയത്ത് ഇതൊന്നും രക്ഷയില്ലാത്തത് കൊണ്ട് സീക്രട്ട് റൂം എടുത്തു, അത്ര തന്നെ. അപ്പം അതിന്റെ പിന്നിലെ ലക്ഷ്യം ഇത് തന്നെയാണ്, നോറയെ ടോപ്പ് 5ലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പോയിന്റ്സോ കണ്ടന്റോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ മറ്റ് കണ്ടസ്റ്റൻസിനെ നെഗറ്റീവ് പഠിപ്പിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, നോറയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് ഈ ഒരു സീക്രട്ട് റൂം ടാസ്കുകൾ കൊണ്ട് അവർ ഉദ്ദേശിച്ചതും നോറ തിരിച്ചതിനുള്ളിലേക്ക് കടത്തിവിട്ടിരിക്കുന്നതും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഈ പറയുന്നത് പോലെ ഇനി വരും ദിവസങ്ങളിൽ പണപ്പെട്ടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മണി ബോക്സ് ഒക്കെ വരുന്നുണ്ട്. അത് നോറയ്ക്ക് എടുക്കാൻ, അതായത് നോറയ്ക്ക് ഇപ്പോൾ പ്രേക്ഷക സപ്പോർട്ട് കുറവാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോറയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതും പറഞ്ഞ് മനസ്സിലാക്കാനും നോറയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ പണപ്പെട്ടി എടുക്കാനുള്ള അവസരങ്ങൾ കൂടിയാണ് ഇനി വരുന്നത്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ ഇരുന്ന് നോറ വലിയ വായിൽ പണപ്പെട്ടി മാത്രമാണോ, എനിക്ക് ടൈറ്റിൽ വിൻ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പണപ്പെട്ടി എടുക്കാനും പറ്റത്തില്ല. അപ്പം ബിഗ് ബോസ് ഉദ്ദേശിച്ച ആ ഒരു കാര്യവും നടന്നില്ല. പക്ഷെ ഇനി മറ്റ് കണ്ടസ്റ്റൻസിനെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് എടുപ്പിച്ച് നോറയെ ഈ പറയുന്നത് പോലെ ടോപ്പ് 5ലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് മാക്സിമം ഉണ്ടാക്കും. പക്ഷേ മറ്റുള്ളവർ അതിന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ വീണ്ടും പരാജയപ്പെടും. എന്തായാലും നമുക്ക് നോക്കാം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ബിഗ് ബോസിന്റെ കളികൾ ഏത് രീതിയിലായിരിക്കും, ബിഗ് ബോസിന്റെ താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ ഏതൊക്കെ രീതിയിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ. ഈ ഒരു കുറച്ച് നേരം കൊണ്ട് സീക്രട്ട് റൂമിൽ പോയിരുന്ന നോറയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ മറ്റൊരു വീഡിയോയിൽ കാണാം.